കേരള സർവകലാശാലയിലെ VC സിൻഡിക്കേറ്റ് പോര് സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു. VC ഒപ്പിടാത്തതിനാൽ ഫയലുകൾ കെട്ടിക്കിടക്കുകയാണ്. സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധി അറിയിക്കാൻ VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഇന്ന് ഗവർണറെ കാണും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഈ ഒരു VC സിൻഡിക്കേറ്റ് പോര് സർവകലാശാലയിലെ പ്രവർത്തനങ്ങളെ അടക്കം ബാധിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ ഒരു വിഷയങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധി അറിയിക്കാനായി VC ഇന്ന് ഗവർണറെ കാണുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കേരള സർവകലാശാല ഒരിക്കൽ പോലും കാണാത്ത തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സംഘർഷ ഭൂമിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഭരണ സംവിധാനത്തെ പോലും ഈ സമരം ബാധിച്ചിരിക്കുന്നു. ഒപ്പം വിദ്യാർത്ഥികളുടെ വരാൻ പോകുന്ന ഭാവി എന്തൊക്കെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നു. അങ്ങനെ സർവകലാശാല ഭരണം ഒരു അനിശ്ചിതാവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം. ആ സമയത്താണ് അദ്ദേഹം, അതായത് വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മേൽ ചാൻസലർ കൂടിയായ ഗവർണറെ ഇന്ന് കാണും എന്ന് പറയുന്നത്. എപ്പോൾ കാണും എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. കാരണം അവിടുത്തെ പ്രതിഷേധങ്ങൾ അവസാനിപ്പിച്ചാൽ മാത്രമേ ഇനി കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് താൻ കടന്നു വരികയുള്ളൂ എന്ന് ഡോക്ടർ മോഹൻ കുന്നുമ്മേൽ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമരം അവസാനിപ്പിക്കാനുള്ള പോംവഴി എന്താണ് എന്ന തരത്തിൽ ഒരു ചർച്ചയായിരിക്കും ചാൻസലറും വൈസ് ചാൻസലറും തമ്മിൽ ഉണ്ടാകാനിടയുള്ളത്. അതേസമയം ഇന്നലെ തന്നെ DGPയെ ഗവർണർ വിളിച്ചു വരുത്തിയിരുന്നു. പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് കേരള സർവകലാശാലയ്ക്ക് നൽകിയിരിക്കുന്ന സുരക്ഷ മതിയായ തരത്തിലുള്ളതല്ല. ഇത്തരത്തിൽ പ്രതിഷേധങ്ങളും ഒപ്പം തന്നെ പ്രകോപനകരമായ സമരങ്ങളും നടക്കുന്നത് കാരണം അവിടേക്ക് വൈസ് ചാൻസലർക്ക് പോലും കടന്നു വരാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. കർശനമായ സുരക്ഷ ഏർപ്പെടുത്തി വൈസ് ചാൻസലർക്ക് ഭരണപരമായ കാര്യങ്ങൾ നിറവേറ്റുന്നതിന് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കണം എന്ന ഒരു ആവശ്യം ഇന്നലെ DGPക്ക് മുന്നിലേക്ക് ഗവർണർ തന്നെ വച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെയും വൈസ് ചാൻസലർ സർവകലാശാലയിലേക്ക് വരാൻ തയ്യാറായിട്ടില്ല. പകരം ഇന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങളും ഒപ്പം നേരത്തെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ ആയ KS അനിൽകുമാറുമൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈസ് ചാൻസലർ ചുമതല നൽകിയിരിക്കുന്ന മിനി ഡിജോ കാപ്പനും അവിടെ ഉണ്ട്. ഇപ്പോൾ കേരള സർവകലാശാലയിൽ 2 രജിസ്ട്രാർമാരാണുള്ളത്. ഇത്തരത്തിൽ ഭരണപരമായ കാര്യങ്ങളെപ്പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. കഴിഞ്ഞ ബിരുദ പഠനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റിനായി കാത്തിരിക്കുന്നത് 2000-ലധികം വിദ്യാർത്ഥികളാണ്. ഇതിൽ രജിസ്ട്രാറും വൈസ് ചാൻസലറും ഒക്കെ ഒപ്പുവെക്കേണ്ട ഒരു സാഹചര്യം. അതിനെല്ലാം ഉപരിയായി കേരള സർവകലാശാലയിൽ പഠിക്കുന്നതിന് വേണ്ടി, അതായത് ബിരുദം മുതൽ PhD വരെയുള്ള കോഴ്സുകൾക്ക് പഠിക്കുന്നതിന് വേണ്ടി വിദേശത്ത് നിന്നും ഒട്ടനവധി വിദ്യാർത്ഥികൾ അപേക്ഷകൾ നൽകിയിട്ടുണ്ട്. ഇതിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത് വൈസ് ചാൻസലറാണ്, രജിസ്ട്രാറാണ്. ഇവരൊക്കെ 2 തട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ കുട്ടികളുടെ പ്രതീക്ഷയും മങ്ങുകയാണ്. ഒപ്പം ഗ്രാൻഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് UGC ഗ്രാൻഡ് ഉൾപ്പെടെയുള്ളവ, അതുപോലെ തന്നെ ഈ PhDക്ക് പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഗ്രാൻഡ്, ഇത്തരം ഗ്രാൻഡുകളൊക്കെ നൽകേണ്ട സമയമായിരിക്കുന്നു. അവർക്കും ഒരു സഹായം നിലയ്ക്ക് ഗ്രാൻഡ് എത്തിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ വന്നു ചേർന്ന് നിൽക്കുന്നു. ഇങ്ങനെ ബഹുവിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൊണ്ടും കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് കേരള സർവകലാശാല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഇതൊരു ഭരണസ്തംഭനത്തിനപ്പുറത്തേക്ക് വിദ്യാർത്ഥികളുടെ ഭാവിയെ കൂടി ബാധിക്കുന്ന തരത്തിൽ മാറിയിരിക്കുന്നു എന്നുള്ളത് ആണ് എടുത്തു പറയേണ്ട കാര്യം. സർക്കാർ ഇതിൽ ഇടപെടുന്നില്ല. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇടയ്ക്കിടയ്ക്ക് പ്രസ്താവനകൾ നടത്തുന്നതിനപ്പുറത്തേക്ക് ഗവർണറെയോ വൈസ് ചാൻസലറെയോ വിളിച്ചു വരുത്താനോ അല്ലെങ്കിൽ വൈസ് ചാൻസലറെ വിളിച്ചു വരുത്താനോ അല്ലെങ്കിൽ ഗവർണറുമായി കൂടിക്കാഴ്ചയ്ക്കോ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും തയ്യാറായിട്ടില്ല. അപ്പോൾ കൃത്യമായും ഒരു അനിശ്ചിതാവസ്ഥയാണ് കേരള സർവകലാശാലയിൽ നിലനിൽക്കുന്നത്. ദീപ്തി. ശരി, ഈ ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.